സർ, മമതാ ബാനർജി മുസ്ലിമാണോ എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വ്യക്തമായ തെളിവുകളൊന്നുമില്ല. അത് സംബന്ധിച്ച് പുസ്തകങ്ങളൊന്നും വന്നിട്ടില്ല. പണ്ട് ജവഹർലാൽ നെഹ്റു മുസൽമാൻ്റെ മകനാണ് എന്നുള്ള കാര്യം പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. അയാളുടെ അച്ഛൻ്റെ അച്ഛൻ ഗംഗാധർലാൽ നെഹ്റു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ അയാൾ യഥാർത്ഥത്തിൽ ഗിയാസുദ്ദീൻ ഖാൻ എന്നാണ്. ഡൽഹി മുഗൾ ഭരണകാലത്ത്, ഏറ്റവും അവസാനത്തെ മുഗൾ ഭരണകാലത്ത് അയാൾ ഈ ഡൽഹി നഗരത്തിലെ കൊത്തുവാൾ എന്ന് പറയുക പോലീസ് ഇൻസ്പെക്ടറുടെ തസ്തികയ്ക്ക് തുല്യമായൊരു പദവിയായിരുന്നു. അത് മുഗളന്മാർക്ക് വേണ്ടി സംവരണം ചെയ്തു വെച്ച പോസ്റ്റാണ്. അന്നും ഉണ്ടായിരുന്നു ഈ സംവരണമൊക്കെ. അപ്പോൾ പിന്നെ നമ്മളുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന 1857 1857 ശിപായി ലഹളയുടെ സമയത്ത് അയാൾ ഇവിടുന്ന് ഈസ്റ്റ് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോയതും മതം മാറി ഹിന്ദുവായിട്ട് തിരിച്ചു വന്നതൊക്കെ അങ്ങനെ അതിനെക്കുറിച്ച് ആ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച പുസ്തകമാണത്. അപ്പോൾ അതേപോലെ ഈ സ്ത്രീയെക്കുറിച്ച് ആരും ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഇവരുടെ ആൻറ്റിസിഡൻസ്, ഇവരുടെ പെരുമാറ്റവും ഇവരുടെ വർത്തമാനവും എല്ലാം ഒരു ഇസ്ലാമിക് മതമൗലികവാദിയുടെ ശൈലിയിലുള്ള സംഭാഷണമാണ് നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് അവർ കഴിഞ്ഞ തവണ പറഞ്ഞു BJPക്ക് വോട്ട് ചെയ്താൽ നിങ്ങളെ അള്ളാഹ് ശപിക്കും, കാഫറുകളാണ് BJPക്ക് വോട്ട് ചെയ്യരുത് എന്നൊക്കെ ഇവർ പറഞ്ഞു. സാർ, അതിൻ്റെ ഒരു ആർട്ടിക്കിളിൻ്റെ കുറച്ച് ഭാഗം, ഒരു ലേഖനത്തിൻ്റെ കുറച്ച് ഭാഗം ഞാൻ വായിക്കാം. മമതാ ബാനർജി ഒരു പ്രാക്ടീസിങ് തക്കിയ മുസ്ലിമാണ്. അതുകൊണ്ടാണ് മുസ്ലിം ആയിരിക്കും അവർ ക്ഷേത്രത്തിൽ ചെന്ന് മണിയടിച്ചത്. ആ മണിയടിയിലും ആരതിയിലും മമതയെ തിരിച്ചറിയിക്കുന്നവർക്ക് കൃത്യമായി അറിയാം അവർ തക്കിയ അനുഷ്ഠിക്കുകയാണ് എന്ന്. മമത മന്ത്രിസഭയിലെ ബംഗ്ലാദേശ് ബന്ധമുള്ള ഒരു മുസ്ലിം മന്ത്രിയാണ് മമതാ ബാനർജിക്ക് ഏകദേശം 8 വർഷം മുമ്പ് കലിമ ചൊല്ലിച്ച് ഷഹാദത്ത് നൽകിയത്. മദ്രസകൾക്ക് പ്രത്യേക പരിഗണന നൽകി കോടിക്കണക്കിന് രൂപ ഫണ്ട് നൽകിയതും മുല്ലാക്കന്മാർക്ക് ആനുകൂല്യങ്ങൾ നൽകിയതും CAA എതിർത്തതും നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങൾക്ക് ആധാർ കാർഡും റേഷൻ കാർഡും വോട്ടർ ID-യും നൽകിയതും വെറുതെയല്ല. ബംഗ്ലാദേശ് അതിർത്തി തുറന്നിട്ടതും പശുവിനെ കള്ളക്കടത്ത് നടത്തുന്നത് പ്രോത്സാഹിപ്പിച്ചതും ദുർഗാപൂജ തടഞ്ഞതും മമത ഒരു ഫനാറ്റിക് മുസ്ലിമായി മാറിയതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഹിന്ദുക്കളെ കാഫിർ എന്ന സ്റ്റേജിൽ മമത വിളിച്ചിട്ടുണ്ട്. മമതയ്ക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ബംഗാളിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഹിന്ദുക്കളെ ഇല്ലാതാക്കുമെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. മമതയുടെ ലക്ഷ്യം വിശാല ബംഗ്ലാദേശിൻ്റെ ഭാഗമായി ബംഗാളിനെ മാറ്റുക എന്നതായിരുന്നു. മമതയ്ക്ക് വേണ്ടി ബംഗ്ലാദേശി മത തീവ്രവാദികൾ രംഗത്തിറങ്ങിയതും വെറുതെയല്ല. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലുമ്പോൾ മമത മൗനം പാലിച്ചു. ജനരോഷമുണ്ടായപ്പോൾ അവസാനം 2 വരി പ്രതിഷേധക്കുറിപ്പിൽ ഒതുക്കി. ബംഗാളിലെ ഹിന്ദുക്കൾക്കെതിരെയുള്ള കലാപം അടിച്ചമർത്താൻ മമത ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. കലാപത്തിൽ ഹിന്ദുക്കൾ അന്യ സംസ്ഥാനത്തിലേക്ക് ഓടിപ്പോയിട്ട് മമതയ്ക്ക് യാതൊരു ലജ്ജയും തോന്നിയില്ല. മമത ഒരു ഫനാറ്റിക് മുസ്ലിമാണ്, അടിമുടി ഒരു ഹിന്ദു വിരുദ്ധതയാണ്, ദേശദ്രോഹിയാണ്, ജയിൽ ഡിസർവ് ചെയ്ത കുറ്റവാളിയാണ്. മമതയുടെ ഭരണകാലത്ത് ബംഗാളിൽ ഹിന്ദുക്കൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും എതിരെ നടന്ന നിരവധി ആക്രമണങ്ങളും കൊലപാതകങ്ങളും കലാപങ്ങളും അന്വേഷിച്ചാൽ മമതയ്ക്ക് ജയിൽ ഉറപ്പാണ്. ഇതൊരു ഫോർവേഡിൽ വന്നതാണ്. പക്ഷേ സാർ, ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളിലും വളരെയധികം തെളിവുകളുണ്ട് എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നമ്മളിപ്പോൾ ഈ പറയുന്ന ആൾക്കാരും പറയും വാട്സാപ്പ് യൂണിവേഴ്സിറ്റി മറ്റത് മറിച്ച് എന്നൊക്കെ. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളും മമതയുടെ പ്രവർത്തികളും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയമായി വളരെ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ കഴിയും. അവർ ഒരു ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റിനെ പോലെയാണ് പെരുമാറിയെന്ന്. അത് മാത്രവുമല്ല, കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ ഇവർ പഠിച്ച സ്റ്റുഡൻറ്റ് ഐഡൻറ്റിറ്റി കാർഡ് ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട്. അതിൽ മമതാ ബാനർജി പ്രൊമിലേശ്വർ ബാനർജിയുടെ മകളാണല്ലേ. അതുപോലെ തന്നെ അവർ പഠിച്ചിരുന്ന കോഴ്സ് MA ഇസ്ലാമിക് ഹിസ്റ്ററിയാണ്. നമ്മുടെ ഈ യാ റഹീം ഉണ്ടല്ലോ, AA റഹീം എന്ന് വിളിക്കുന്നത്, അദ്ദേഹത്തിന്റെ സബ്ജക്റ്റും PhD-യുടെ ടോപ്പിക്കും ഒക്കെ ഇസ്ലാമിക് കംപ്ലീറ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ PhD-ക്കൊക്കെ ചെയ്തിരുന്നു, റിസർച്ച് സ്കോളർ ആയിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇസ്ലാമിക് ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ ഈ ഫനാറ്റിക് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രിയപ്പെട്ട സബ്ജക്റ്റാണ് ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അവർ ഈ പറയുന്ന സബ്ജക്റ്റാണ് മമതാ ബാനർജി പഠിച്ചിരുന്നത് എന്നും പറയുന്നുണ്ട്. അത് പ്രിയൻ, ഒരു കാശ്മീരിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ള ഒരു പണ്ഡിതനുണ്ട്, രാജതരംഗിണി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് സംസ്കൃതത്തിലാണ് രചിച്ചിരിക്കുന്നത്. എഴുതിയ ആളുടെ പേര് കൽഹണ പണ്ഡിത എന്നാണ്. അപ്പോൾ അതിൽ പരാമർശമുണ്ട് ഇങ്ങനെ, ഈ കശ്മീരിൽ മറ്റേ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിൽ നമ്മുടെ
എന്താ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഏരിയ കടന്നു വന്ന് ഖൈബർ പാസ് കടന്നു വന്ന് ഇവിടെ താമസിക്കുകയും ഹിന്ദു നാമധാരികളായിട്ട് അവരിവിടെ വരും. അവർ മുസ്ലിംസാണ് യഥാർത്ഥത്തിൽ, ഇസ്ലാം സമുദായത്തിൽപ്പെട്ടതാണ്, പ്രാക്ടീസിങ് മുസ്ലിംസാണ്. അവരിവിടെ വന്ന് ഹിന്ദുക്കളായിട്ട് ജീവിക്കും. എന്നിട്ട് ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കും. എന്നിട്ട് സൂത്രത്തിൽ ആ വനിതകളെ മുസ്ലിം ആയിട്ട് മതം മാറ്റും. രാജകുടുംബത്തിൽ നിന്ന് വരെ അവർ വിവാഹിതരായിട്ടുണ്ട്. അവർ വന്ന് രാജാക്കന്മാരായിട്ടുണ്ട്. ഇങ്ങനെ ബൈ മാരേജ് അവർ ഈ ഹിന്ദു രാജകുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്ത് ആൺകുട്ടികളില്ലാത്ത, പുരുഷ പ്രജകളില്ലാത്ത വീടുകൾ നോക്കി, പാലസുകൾ നോക്കി കല്യാണം കഴിക്കുകയും അവിടുത്തെ വനിതകളെ എന്നിട്ട് അവർ മതം പരിവർത്തനം നടത്തി മുസ്ലിംസ് ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയും. ഒരു അറിയില്ല, മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ പ്രവർത്തന രീതി അതാണ്. അപ്പോൾ അതേപോലെ അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ ഈ മുസ്ലിംസും ഇതുപോലെ അവർക്കും പല മോഡസ് ഓപ്പറാൻഡി ഉണ്ടാവും. ബംഗാളിൽ പ്രത്യേകിച്ചും ഈ ഈസ്റ്റ് പാകിസ്ഥാൻ അഥവാ ബംഗ്ലാദേശ്, അതും പിന്നെ നമ്മുടെ പശ്ചിമ ബംഗാളും തമ്മിൽ ജനങ്ങളുടെ ശാരീരികവും അതുപോലെ ഭാഷാപരവുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇരുകൂട്ടരും ബംഗാളിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വി കനോട്ട് മേക്ക് ഔട്ട് വെദർ ദേ ആർ ബംഗാളി ഓർ ബംഗ്ലാദേശി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വന്ന് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ വന്ന് പല ബംഗ്ലാദേശികളും ഹിന്ദു വനിതകളെ വിവാഹം ചെയ്തിട്ടുണ്ട്. സ്ത്രീധനമൊന്നും മേടിക്കാണ്ട് കല്യാണം കഴിക്കാനായിട്ട് വരുമ്പോൾ പ്രേമിക്കുകയും കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ചതി പറ്റാൻ അവർ അറിയേണ്ടത്. ഇപ്പോൾ ഞാനൊരിക്കൽ സോഷ്യൽ മീഡിയയിൽ എനിക്കൊരാൾ അയച്ചു തന്നതായിരുന്നു. ഒരു മനുഷ്യൻ, ബംഗ്ലാദേശി പയ്യൻ എന്ന് പറഞ്ഞാൽ 10-30 വയസ്സിന് താഴെ പ്രായമുള്ള ആൾ. അയാൾ വന്ന് ഹിന്ദു വീടുകളിലൊക്കെ ജോലി എടുക്കാനായിട്ട് പോകും. 800 രൂപ 1000 രൂപ ശമ്പളത്തിന്. അവിടെ പോയി അവിടുത്തെ വനിതകളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അയാൾ അവരെ കൊണ്ട് ചൂഷണം ചെയ്യാവുന്നതിന് പരമാവധി ചൂഷണം ചെയ്യും. ഇവർ ഈ പറഞ്ഞ പോലെ അത്ര പാവങ്ങളൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ പെരുമ്പാവൂരൊരു മേർഡർ നടന്നു. അവിടുത്തെ ഒരു പെൺകുട്ടി എന്നെ കുത്തിക്കൊന്നു. ഒരു മുസൽമാൻ, ബംഗ്ലാദേശി മുസൽമാനാണ്. പക്ഷെ അയാളുടെ പേര് ആസാമിൽ നിന്നാണ് വന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ജയിലിലാണ് കുറ്റം ചെയ്തതിന്. അപ്പം അതേപോലെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം ഈ മമതാ ബാനർജി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി അവർക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തിയ ആൾക്കാരാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഒരു വിരൽ ഞൊടിച്ചാൽ മതി, ഞങ്ങൾ അവിടെ പറഞ്ഞെത്തും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവർക്ക് എന്തോ ഒരു സുശക്തമായ ഒരു ഇസ്ലാമിക് കണക്ഷൻ അവർക്കുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രി ഉണ്ട്, ഒരു മുസ്ലിം പേരാണ് ആ പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നത്. കോൺഗ്രസ്സുകാരെ സമ്മതിക്കില്ല. പക്ഷേ അറിയപ്പെട്ടിരുന്ന ഹിന്ദു പേരിലും യഥാർത്ഥത്തിൽ വീട്ടിൽ മുസ്ലിം പേരിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ സ്വാഭാവികമാണ്, ക്വൈറ്റ് സ്വാഭാവികം. ഇപ്പോൾ നമ്മുടെ തന്നെ ചലച്ചിത്ര സംവിധായകനില്ലേ കമാലുദ്ദീൻ എന്നുള്ള പേര് കമൽ എന്നാക്കി, മനസ്സിലായില്ലേ? അതുപോലെ ഈ കർണാടകത്തിലെ ഒരു നടനുണ്ട് പ്രകാശ് ആൽബർട്ട് രാജ്. അയാൾ അറിയപ്പെടുന്ന പ്രകാശ് രാജ് എന്നാണ്. തമിഴ്നാട്ടിൽ കർണാടകയാണ് അയാൾ ജനിച്ചത്, ബാംഗ്ലൂരാണ് അയാൾ. പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ മുസ്ലിം പേര്, ഹിന്ദു നാമധാരികളായിട്ടുള്ള പ്രാക്ടീസിങ് മുസ്ലിംസും പ്രാക്ടീസിങ് ക്രിസ്ത്യൻസും ഉണ്ട്. തമിഴ്നാട്ടിലെ ക്രിസ്ത്യൻസിനെ വി കനോട്ട് മേക്ക് ഔട്ട്. കാരണം ഇപ്പോൾ ഈ പണ്ട് ഞാൻ ജോസഫ് വിജയ് എന്ന് ന്യൂസ് ഡെസ്പാച്ചിൽ എഴുതുമ്പോൾ എന്നെ എല്ലാവരും ചോദിക്കാറ്, നിങ്ങളെന്താ ഈ ജോസഫ് വിജയ് എന്ന് എഴുതുന്നതെന്ന്. ഞാൻ പറഞ്ഞാൽ ഹിസ് നെയിം ഈസ് ജോസഫ് വിജയ്, വി ഷുഡ് മേക്ക് ഇറ്റ് ഔട്ട്. നോ, അയാളുടെ യഥാർത്ഥ പേര് ജോസഫ് വിജയ് എന്നാണ്, അത് നമ്മൾ എഴുതണം എന്ന് പറയും. അന്നൊക്കെ ആൾക്കാർ എന്നെ ഒരുമാതിരി മകൻ ചുളിച്ചാൽ നോക്കിക്കൊണ്ടിരുന്നത്, അയാളത്തിന് അങ്ങനെ എഴുതണേന്ന് ചോദിച്ചിട്ട്. അയാൾ സത്യപ്രതിജ്ഞ ചെയ്ത ജോസഫ് വിജയ് എന്നുള്ള പേരിലാണ്. ജോസഫ് ചന്ദ്രശേഖരൻ വിജയ്. നമ്മുടെ മുൻ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നു തമ്പിദുരൈ, അയാൾ ക്രിസ്ത്യാനിയാ. ഈ പറഞ്ഞ വേറൊരു തമാശയാണ്, അനിത രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ DMK ഒരു മന്ത്രിയുണ്ട്, ആണാണ് കേട്ടോ, പേര് അനിത രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അനിത എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ DMK-കാരിങ്ങനെയാണ്, പാത്രക്കട പരമനായർ, ഇങ്ങനെയൊക്കെയാണ് പേരിടുന്നത്. ഇപ്പം ചെയ്യണ ജോലിയോടുകൂടിയ ക്ലാസ്ലെസ് സൊസൈറ്റിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ബാർബർ ബാലകൃഷ്ണൻ, പാത്രക്കട പരമനായർ,
കപ്പലണ്ടി കൃഷ്ണൻ നായർ, ഇങ്ങനെയൊക്കെയാണ് ഇവർ പേരിടുന്നത് തമിഴന്മാർ. കൃഷ്ണൻ നായർ ഞാൻ തമാശ പറഞ്ഞ കപ്പലണ്ടി കൃഷ്ണൻ എന്നൊക്കെ ആയിരിക്കും. കൃഷ്ണനും കൂടിയില്ല, കിരുത്തിനാൻ എന്നാണ് പറയുന്നത്, കിരുത്തിനാൻ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ അതേപോലെ നമുക്ക് വി കാൻ മേക്ക് ഔട്ട് DMK-കാരെ ADMK-കാരെയൊക്കെ ക്രിസ്ത്യാനികളാണോ അല്ലയോ എന്നുള്ള. ഈ അനിത രാധാകൃഷ്ണൻ ഈസ് എ ക്രിസ്ത്യൻ. നെയിംസ് ആർ ഡിസീവിങ്. അപ്പം ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഭയങ്കര ഫനാറ്റിസിസാണ്. ഈ രാമനാഥപുരത്തൊക്കെ ഔട്ട്സൈഡേഴ്സ് ആർ നോട്ട് അലൗഡ് എന്നാ രാമനാഥപുരത്തെ ചില ഗ്രാമങ്ങളിലേക്ക് പോണ വഴിയിൽ എഴുതി വെച്ചാണ്. ബൈ സ്പെഷ്യൽ ഓർഡർ. ആരുടെ? ബൈ ഓർഡർ മഹൽ കമ്മിറ്റി. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നടക്കും ഈ നാട്ടിൽ. വി ഹാവ് ടു ബി കെയർഫുൾ. ഏതായാലും മമതാ ബാനർജിയുടെ വിവരങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പഴയ കോളേജ് ഐഡൻറ്റിറ്റി കാർഡും കാര്യങ്ങളും ഒക്കെയാണ് വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഈ പറയുന്ന പ്രവർത്തനം നടത്തിയിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി അങ്ങനെ ആണ് എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അവർ നമുക്ക് ഈ വനിതയെ കുറിച്ചിട്ട് അധികം ആരും അറിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് നാൾ അവർ കോൺഗ്രസിൻ്റെ തലപ്പത്ത് എങ്ങനെയോ കയറിപ്പറ്റി രാജീവ് ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട് രാജീവ് ഗാന്ധി അവരുടെ ഈ ഒരു വലിയ മറ്റേ തീവ്രവാദ ശൈലിയിലുള്ള പ്രവർത്തനം കണ്ട് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് അവരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ അവർ കോൺഗ്രസിനകത്തുള്ള എല്ലാവരെയും തള്ളി താഴ്ത്തിടാൻ തുടങ്ങി, ഇൻക്ലൂഡിങ് പ്രണബ് മുഖർജി. പ്രണബ് മുഖർജിക്ക് സൗമേൻ മിത്ര എന്നൊക്കെ പറഞ്ഞ കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇവരെ വലിയ പേടിയായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി എഴുതി കൊടുത്താൽ പോരെ. അപ്പോൾ അത് അങ്ങനെയുള്ള പല ഇതുകൊണ്ട് ഇവരെ ഒരു മുസ്ലിമാണെന്ന് ധരിക്കണേൽ വലിയ കുറ്റമൊന്നും പറയാനില്ല. ഇതുവരെ പറ്റി പലരും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അവർ ഹിന്ദു ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.